പണ്ടത്തെ ആൾക്കാർ വേട്ടയാടാൻ വേണ്ടി കാട്ടിൽ പോവാം. ഒരു വേട്ടക്ക് അവിടെ ഒരു മാനിനൊക്കെ പിടിച്ചിട്ട് ഒരു കുക്ക് ചെയ്യുമ്പോൾ ഒരു ഇങ്ങനെ ആലോചിച്ചോ, ഒന്നാ ഫൈബർ ഇല്ലല്ലോ, ഫൈബർ എസെൻഷ്യൽ ആണല്ലോ. പണ്ടത്തെ ആൾക്കാരൊന്നും ഫൈബറൊന്നും കഴിച്ചിട്ടല്ല ഒരു ഡൈജസ്റ്റ് റെഡി ചെയ്തും കാര്യങ്ങളൊക്കെ. ഇപ്പത്തെ ഓരോ വെറുതെ ഉണ്ടാക്കിയ തിയറീസും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഫൈബറിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പോ ഫൈബർ കഴിക്കണ്ടെന്ന് പറയുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് പണ്ടുള്ള ആൾക്കാർ അത് ഉപയോഗിച്ചിരുന്നില്ല, അതുകൊണ്ടാണ് അതാണ് അതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, നിനക്ക് ബീഫ് സ്റ്റാളോ അല്ല ബീഫിന്റെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനുള്ള പ്ലാനോ, അല്ലെങ്കിൽ എന്താ പറയാ ഫൈബർ അതായത് പച്ചക്കറിയാ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും ചെറുപ്പില എല്ലപ്പോഴൊക്കെ കഴിക്കുമ്പോൾ നിനക്ക് എന്തെങ്കിലും അതിനകത്ത് നല്ല പുഴുവിനെ കാണുക അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പേഴ്സണലായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഫൈബറായിട്ട്? ഫൈബർ എന്താ? നിങ്ങളെ പിടിച്ച് കടിച്ച ഇതൊക്കെ ഒരു അടിസ്ഥാനമാണോ അല്ല ഇതൊക്കെ ഒരു റീസൺ ആണോ അല്ല ഫൈബർ ഉപയോഗിക്കണം, ഫൈബർ എസെൻഷ്യൽ അല്ല എന്ന് പറയുന്നതിന്റെ? ഇപ്പൊ പണ്ടുള്ള ആൾക്കാർ വേട്ടയാടാൻ പോകുന്ന സമയത്ത് ഇതൊന്നും ഉപയോഗിച്ചില്ല. അന്ന് ഇതിനെക്കുറിച്ചുള്ള ധാരണയില്ല, ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല, അറിവില്ല. അതുകൊണ്ട് അവർ അങ്ങനെ ജീവിച്ചു. അത് പണ്ട് കാലത്ത് നമ്മൾ അങ്ങനെയാണ്. പണ്ട് കാലത്ത് അതിനു മുമ്പത്തെ കാലത്ത് ഇറച്ചി പച്ചക്കായിരുന്നു കഴിച്ചിരുന്നത്. ഇപ്പൊ നീ ഇപ്പൊ പറഞ്ഞ ടൈമിലാണല്ലോ പണ്ടുള്ള ആൾക്കാർ മാനിനെ വേട്ടയാടി അതിനെ പിടിച്ച് കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ ഫൈബർ ഇല്ലല്ലോ, ഫൈബർ എസെൻഷ്യൽ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞത്. അതിനു മുമ്പ് ഈ ഫൈബറും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് മുമ്പ് പണ്ടുള്ള ആൾക്കാർ പച്ചിറച്ചിയെ കഴിച്ചായിരുന്നു. എന്നിട്ടും ഒരുപാട് പേര് ജീവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇന്ന് കുക്ക് ചെയ്ത് കഴിക്കണ്ടെന്ന് നാളെ നീ ഇന്ന് വന്നിട്ട് പറയുമോ? നാളെ നീ വന്നിട്ട് പറയും അയ്യോ പണ്ടുള്ള ആൾക്കാർ കുക്ക് ചെയ്യാണ്ട് മീറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ട് ഇനി കുക്ക് ചെയ്ത് കഴിക്കണ്ടെന്നും പറയൂ. എടോ, അന്ന് ഇതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നില്ല, ഇതിനെ കുറിച്ചൊരു സ്റ്റഡീസ് ഉണ്ടായിരുന്നില്ല. അന്ന് ഇങ്ങനെ എന്താ പറയുക ഫൈബർ യൂസ് ചെയ്ത് കഴിക്കുന്നവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചെന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഇന്നുള്ള ആൾക്കാർ ഇന്നത്തെ സ്റ്റഡീസ് നമുക്ക് ഇന്ന് സ്റ്റഡീസ് ഉണ്ട്, നമ്മളിന്ന് കണ്ടുപിടിച്ച് പല കാര്യങ്ങളുടെയും പ്രശ്നം ഇതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അങ്ങനെ നമ്മൾ ഡെവലപ്പ് ആയിട്ടാണല്ലോ പോകുന്നത്. അപ്പൊ അതും ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്തിട്ട് ഇന്ന് ഫൈബർ ആവശ്യമില്ല, എസെൻഷ്യൽ അല്ല എന്നൊക്കെ പറയുന്ന വല്ല ലോജിക്ക് ഉണ്ട് അതിനകത്ത്? പണ്ടുള്ള ആൾക്കാർ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറയട്ടെ, അന്നുള്ള ആൾക്കാർ ഡ്രസ്സൊന്നും അധികം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നാളെ വന്നിട്ട് നീ ഇരുന്ന് പറയോ ഇനിയിപ്പോ പണ്ടുള്ള ആൾക്കാർ ഡ്രസ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഡ്രസ്സ് എസെൻഷ്യൽ അല്ല എന്ന് നാളെ വന്നിട്ട് ഇന്ന് പറയൂ? അല്ല പറയാൻ പറ്റില്ല, നീ അതും പറയും. എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. സോ ഇതൊന്നും ഒരു അടിസ്ഥാനമല്ല. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ഒരു ദിവസം അവന് വേണ്ട രീതിയിലുള്ള പ്രോട്ടീനും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റും ഹെൽത്തി ഫാറ്റും വേണം. അവനിപ്പോൾ ഒരു അത്ലീറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു വർക്കൗട്ട് ഒന്നും ചെയ്യാത്തൊരു മനുഷ്യനാണെങ്കിൽ കൂടെ ഇത് അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസുകൾ നീ ചിലപ്പോൾ മേ ബി പുറത്തുള്ള ഏതെങ്കിലും ഇൻഫ്ലുവൻസറിനെ കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അത് ഒരു ഇൻസ്റ്റാഗ്രാമിൽ വന്നിരുന്നിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് അത് അങ്ങനെയല്ല, അത് ടോട്ടലി ഇതിന്റെ ആവശ്യമില്ല, മനുഷ്യന്മാർക്ക് ഇതിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ അത് വളരെയധികം മിസ്ലീഡിങ് ആയിരിക്കും. ഓക്കെ, നീയിപ്പോ ഫോളോ ചെയ്യുന്നുണ്ടാവും, നിനക്ക് കുഴപ്പമുണ്ടാവില്ല, ഇപ്പൊ കുഴപ്പമുണ്ടാവില്ല, ചിലപ്പോൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നം വരാതിരിക്കാം. ഇപ്പോ ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, മുമ്പ് ഒരു ടൈമിൽ ഒരു ലിവർ കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അയാള് ലിവർ മാത്രം കഴിക്കുള്ളൂ, അതും പച്ചയ്ക്ക്. അത് എന്താ പറയുക, അത് കഴിക്കുമ്പോഴാണ് അയാൾക്ക് കൂടുതൽ മസിൽ ബിൽഡ് ആവുന്നത്, അത് കഴിച്ചിട്ടാണ് അയാളുടെ ബോഡി അത്ര ഹ്യൂജ് എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് കുറച്ചു കാലം കഴിഞ്ഞിട്ട് എല്ലാവർക്കും മനസ്സിലായത് അയാൾ വീക്കിലി ടെസ്റ്റോസ്റ്ററോണും കൂടി ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ബീഫ് മാത്രം കഴിച്ചാൽ മതിയല്ല, ജനുവൻ പ്രോഡക്റ്റ് മാത്രം കഴിച്ചാൽ മതി എന്ന് പറയുന്ന ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ഫോളോ ചെയ്യുമ്പോൾ അവരും ഇത് എല്ലാം ഫോളോ ചെയ്യുന്നുള്ളതും കൂടി മറ്റുള്ളവർ കൂടി ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുമ്പോൾ ഇപ്പൊ പറയുന്നവർ ചിലപ്പോൾ 2 മിനിറ്റ് വീഡിയോയിൽ വന്നിരുന്നിട്ട് ബീഫ് മാത്രം കഴിച്ചാൽ മതി, ഫൈബർ എസെൻഷ്യൽ അല്ല, അതിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ചിലപ്പോൾ ആ ഒരു വീഡിയോയിൽ മാത്രമേ ചെയ്യുന്നുണ്ടാവുള്ളൂ, പുറത്ത് അവർ വേറെ എന്തെങ്കിലും കഴിക്കുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും കണ്ടും ആരും ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക. ഓക്കെ.